Hi, hello, my dear students. നമുക്ക് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദി ഇക്കോണമി പാർട്ട് 4 ക്ലാസ്സാണ് നമ്മളിന്ന് നടക്കുന്നത്. ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് വേണ്ടത്. അതുകൊണ്ട് ഈ ചാപ്റ്റർ നമുക്ക് ഇതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ടീച്ചറുടെ ക്ലാസ്സുകൾ വ്യൂ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വ്യൂ ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വ്യൂ ചെയ്തതിന് ശേഷം വേണം ഈ ലാസ്റ്റ് പാർട്ടിലേക്ക് വരാൻ, കേട്ടോ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എക്കണോമിക് പ്രോബ്ലംസ് പരിചയപ്പെട്ടു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് അതിൻ്റെ മീനിങ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ ഹൗ ടു പ്രൊഡ്യൂസ്, അപ്പോൾ അത് ടെക്നോളജിയാണ്. അത് 2 ടൈപ്പ് ഉണ്ട്, ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ടീച്ചർ പഠിപ്പിച്ചു. ഓക്കെ, ദെൻ നമ്മൾ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചില ഇക്കണോമിസ്റ്റുകളെ പറ്റിയാണ്. ആരാണ് ഒരു ഇക്കണോമിസ്റ്റ്? ഇക്കണോമിക്സിലെ സ്കോളേഴ്സ്, അതിനകത്തെ ഇക്കണോമിക് സയൻറ്റിസ്റ്റുകൾ എന്ന് വേണേൽ നമുക്ക് പറയാം. എക്കണോമിക്സിനെ പറ്റി ആധികാരികമായി സംസാരിക്കുന്ന, അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടുള്ള, റിസർച്ച് ചെയ്തിട്ടുള്ള, അതിൻ്റെ പേരിൽ ബുക്സ് ഒക്കെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള, തിയറികൾ ഇന്നോവേറ്റ് ചെയ്ത, തിയറികളൊക്കെ ഉണ്ടാക്കി പബ്ലിഷ് ചെയ്ത ആളുകളെയാണ്, എക്കണോമിക്സ് ബ്രാഞ്ചിൽ വരുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇക്കണോമിസ്റ്റുകളെന്ന് വിളിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകൾ, അത് ഇന്ത്യൻ, ഫോറിൻ എല്ലാം നമുക്കൊന്ന് പഠിക്കണം. അവരുടെ ഇക്കണോമിക് തോട്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടുകൂടി നമ്മുടെ ക്ലാസ് ആ ഒരു ചാപ്റ്റർ എൻഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്, വാട്ട് ആർ ദി ഏരിയാസ് ഓഫ് ഇക്കണോമിക്സ്? എക്കണോമിക്സിൻ്റെ അതിൻ്റെ ഏരിയ എന്തൊക്കെയാണ്? അതായത് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹ്യൂമൻ നീഡ്സ്, ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്, ഡിഫറെൻറ്റ് ഇക്കോണമീസ്, ബജറ്റ്, ബാങ്കിങ്, മാർക്കറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഹ്യൂമൻ നീഡ്സ്, അല്ലേ? ഹ്യൂമൻ നീഡ്സ്, ദേ ആർ അൺലിമിറ്റഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അത് 3 നമ്മൾ പഠിച്ചു. ഡിഫറെൻറ്റ് ഇക്കോണമീസ്, ഏതൊക്കെ ഇക്കണോമീസാണ് നമ്മൾ പഠിച്ചത്? ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സ്ഡ് ഇക്കോണമി. ഓക്കെ, പിന്നെ അതിനകത്ത് നിങ്ങൾ പഠിക്കാത്ത എന്നാൽ ഹയർ ഗ്രേഡിൽ നിങ്ങൾ പഠിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് ബജറ്റ്, ബാങ്കിങ് ആൻഡ് മാർക്കറ്റ്. ഓക്കെ, അപ്പം നല്ലൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്കറിയാം, അതിനകത്ത് ഡിഗ്രി, മാസ്റ്റേഴ്സ്, ദെൻ റിസർച്ച് ഒക്കെ നടത്തി നമുക്ക് ഇക്കണോമിസ്റ്റുകളായി മാറാനായിട്ട് സാധിക്കും. അവരെ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എക്കണോമിക്സിൻ്റെ ഏരിയ. നമുക്ക് നമ്മുടെ എക്കണോമിസ്റ്റുകളെ പരിചയപ്പെടാം. ആദ്യം നമുക്ക് എക്കണോമിക്സിൻ്റെ ഫാദർ ആരാണെന്ന് നോക്കാം. നമുക്കറിയാം, എല്ലാ സബ്ജക്റ്റിനും, എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു ഫാദർ, ഇന്നയാളാണ് അതിൻ്റെ ഫാദർ എന്ന് പറയും, അല്ലേ? അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള എക്കണോമിസ്റ്റിനെയാണ് നമ്മൾ ഫാദർ എന്ന് പറയുക. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഇക്കണോമിക്സ്? ആഡം സ്മിത്ത്. ഇത് നിങ്ങൾ ഓർത്തിരുന്നോണം. എക്കണോമിക്സിൻ്റെ ഫാദറാണ് ആഡം സ്മിത്ത്. ഓക്കെ, അദ്ദേഹത്തെ ഞാനൊന്ന് കാണിക്കാം. ഇതിനകത്ത് ഈ ചിത്രത്തിൽ രണ്ടാമത്, അതായത് സെക്കൻഡ് പൊസിഷനിലിരിക്കുന്ന എക്കണോമിസ്റ്റാണ് ആഡം സ്മിത്ത്. ഓക്കെ, ഇദ്ദേഹമാണ് ആഡം സ്മിത്ത്. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്നറിയപ്പെടുക. വാട്ട് വാസ് ദ ഏർലിയർ നെയിം ഓഫ് എക്കണോമിക്സ്? എക്കണോമിക്സിന് തുടക്കത്തിൽ വേറൊരു പേരുണ്ടായിരുന്നു. അതിൻ്റെ ഏർലിയർ നെയിം സയൻസ് ഓഫ് വെൽത്ത് എന്നായിരുന്നു. സയൻസ് ഓഫ് വെൽത്ത്, അത് ഒരു എക്സ്റ്റെൻറ്റ് വരെ അത് കറക്റ്റാണ്. നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഇൻകം, വെൽത്ത്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, അല്ലേ? പണം,
അല്ലെങ്കിൽ സമ്പത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എക്കണോമിക്സിനെ തുടക്കത്തിൽ സയൻസ് ഓഫ് വെൽത്ത് എന്നായിരുന്നു വിളിച്ചിരുന്നത്. സയൻസ് ഓഫ് വെൽത്ത്. ആരാണ് എക്കണോമിക്സിൻ്റെ ഫാദർ? ആഡം സ്മിത്ത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഫോറിനേഴ്സായ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളെയും അവരുടെ പ്രധാനപ്പെട്ട അവരുടെ ഐഡിയാസും എന്തൊക്കെയാണെന്നൊന്ന് പഠിക്കണം. their ideas. Okay. First one, Adam Smith, the father of economics. Second one, Alfred Marshall, welfare economics. ആൽഫ്രഡ് മാർഷൽ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ ആൻഡ് ലയണൽ റോബിൻസ്. മനസ്സിലായല്ലോ? ഈ 3 പേരാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റിൻ്റെ നമുക്ക് വേണേൽ പറയാം അവരാണ് അതിൻ്റെ തലതൊട്ടപ്പന്മാരെന്ന് പറയാം അല്ലേ. ഫാദർ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്തും ആൽഫ്രഡ് മാർഷലും ലയണൽ റോബിൻസുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളെ. അതുകൊണ്ടാണ് ടീച്ചർ അവരുടെ ഫോട്ടോകൾ 3 പേരുടെ ഒരുമിച്ച് തന്നിരിക്കുന്നത്. ഒന്നാമതിരിക്കുന്ന ആളാണ് ആൽഫ്രഡ് മാർഷൽ, അദ്ദേഹമാണ് വെൽഫെയർ എക്കണോമിക്സിനെ പറ്റി പറയുന്നത്. രണ്ടാമതിരിക്കുന്ന സെക്കൻഡ് പൊസിഷനിലുള്ള ആളാണ് ആഡം സ്മിത്ത്, he is the father of economics. And the third one, he is Lionel Robbins. He was also a famous economist. Okay, Lionel Robbins, he thought about relationship between human wants and limited resources. നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സസ് അത് ലിമിറ്റഡ് ആണ്, എന്നാൽ ഹ്യൂമൻ വാണ്ട്സോ ദേ ആർ അൺലിമിറ്റഡ്. അപ്പം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ വാണ്ട്സിനെ എങ്ങനെ ലിമിറ്റഡ് റിസോഴ്സസുമായിട്ട് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് അതിൻ്റെ റിലേഷൻഷിപ്പ്, ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും അതിനെപ്പറ്റി തിയറികളൊക്കെ നമുക്ക് വേണ്ടി തരികയും ചെയ്ത ഒരു ഫേമസ് എക്കണോമിസ്റ്റാണ് ലയണൽ റോബിൻസ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരെ നമ്മൾ പഠിച്ചു: ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ ആൻഡ് ലയണൽ റോബിൻസ്. ഇവരുടെ ഈ ഐഡിയാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ മാച്ച് ചെയ്യാനും വൺ വേർഡ് എഴുതാനും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ ആഡം സ്മിത്ത് എന്ന് പറയുമ്പോൾ എന്ത് ഓർക്കണം? ഫാദർ ഓഫ് എക്കണോമിക്സ്. ആൽഫ്രഡ് മാർഷലിനെ പറ്റി ഓർക്കുമ്പോൾ എന്ത് ഓർക്കേണ്ടത്? വെൽഫെയർ ഇക്കണോമിക്സ്. ലയണൽ റോബിൻസിനെ പറ്റി പറയുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് റിസോഴ്സസ്, ലിമിറ്റഡ് റിസോഴ്സസ്. അടുത്ത ഒരു ഫോറിൻ എക്കണോമിസ്റ്റാണ് ഡേവിഡ് റിക്കാർഡോ. തിയറി ഓഫ് റെൻറ്റ്, അദ്ദേഹം അതിനെ സംബന്ധിച്ചാണ് പറയുക. ഈ തിയറി ഓഫ് റെൻറ്റ് എന്താണെന്ന് നമ്മൾ കുറച്ചുകൂടി അടുത്ത ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ നമുക്കത് പറയാം. കാൾ മാർക്സ്, നമുക്കറിയാം, നമ്മളെല്ലാവരും വളരെ ഫേമസ് ആയിട്ട് കേട്ടിട്ടുള്ള ഒരു എക്കണോമിസ്റ്റാണ് കാൾ മാർക്സ്. ഇദ്ദേഹമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെയൊക്കെ ഫൗണ്ടറാണ് കാൾ മാർക്സ്. ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ് വെച്ചാണ് ലോകം മുഴുവൻ കമ്മ്യൂണിസം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കാൾ മാർക്സ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേര് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, അതായത് നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നടത്തുമ്പോൾ ഒരു ഫാക്ടറിക്ക് കിട്ടുന്ന അധിക വരുമാനത്തെയാണ് അദ്ദേഹം സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. നമുക്കൊരു പക്ഷേ അതിനെ പ്രോഫിറ്റ് എന്നും പറയാം അല്ലേ. ചിലവായി കഴിഞ്ഞ് നമ്മൾ ഒരു ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അത് ആളുകൾ കൺസ്യൂം ചെയ്തു. അപ്പോൾ എന്താണ് ഉണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാവും. ഈ പ്രോഫിറ്റിനെയാണ് കാൾ മാർക്സ് എന്ത് വിളിക്കുക? സർപ്ലസ് വാല്യൂ എന്ന് വിളിക്കുക. അധികം വന്ന തുക. ഇത് സാധാരണഗതിയിൽ ആരാണ് എടുക്കുന്നത്? ആ പ്രോഫിറ്റ് ആരുടെയാണ്? ഓർഗനൈസറുടെയാണ്, അല്ലെങ്കിൽ ആ ഫാക്ടറിയുടെ ഓണറുടെയാണ് അല്ലേ. ഓർഗനൈസറാണ് ഈ പ്രോഫിറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ കാൾ മാർക്സ് പറയുന്നത് എന്താണെന്നോ, ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ മുഴുവനും അതിൻ്റെ മുഴുവനും ഓൺട്രപ്രണർ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഓർഗനൈസർ എടുക്കാൻ പാടില്ല. പകരം അദ്ദേഹം അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ബാക്കി സർപ്ലസ് വാല്യൂ വേജായിട്ട് അല്ലെങ്കിൽ ബോണസായിട്ട് അവിടുത്തെ വർക്കേഴ്സിന് കൊടുക്കണം. അതാണ് കാൾ മാർക്സിൻ്റെ ഐഡിയ. ഇതിനെയാണ് അദ്ദേഹം എന്ത് പറയുക? ദ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. അപ്പോൾ കാൾ മാർക്സ് ആണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. ദെൻ ജെയിം കെയ്ൻസ്, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ ഇക്കണോമിക് സെക്ടർ. ജെയിം കെയ്ൻസ് എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് സ്ട്രോങ് ആയിട്ട് വാദിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് പൊസിഷൻ എന്താണ്? ഇക്കണോമിക് സെക്ടറിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടാകണം. ഓക്കെ, നമ്മുടെ ക്യാപിറ്റലിസത്തിൽ എന്താണ് പറയുക? മിനിമം ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്.
ഇക്കണോമിക് സെക്ടറിൽ ഗവൺമെൻറ് ഇടപെടേണ്ട പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രൈവറ്റ് എൻ്റർപ്രണർഷിപ്പ്, പ്രൈവറ്റ് ഫേംസ്, അതാണ് നമ്മുടെ ആദ്യത്തെ ക്യാപിറ്റലിസം. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് KM കെയ്ൻസിൻ്റെ ഐഡിയാസ്. അദ്ദേഹം പറയുന്നു ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് എസെൻഷ്യൽ ഇൻ ഇക്കണോമിക് സെക്ടർ. ദെൻ J.A. ഷാംപീറ്റർ, അദ്ദേഹത്തിൻ്റെ പേര് ഷാംപീറ്റർ. J.A. ഷാംപീറ്റർ അദ്ദേഹം ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന ഒരു ഐഡിയ ആണ് മുന്നോട്ട് വെക്കുക. എന്താണ് ഈ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുക? ഇൻഡസ്ട്രീസ്, ടെക്നോളജീസ് പുതിയ ഗ്രോത്തിന് കാരണമാകണം. ഇൻഡസ്ട്രികൾ പുതിയ ടെക്നോളജി ഉണ്ടാക്കുകയും ആ ടെക്നോളജിയിലൂടെ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഐഡിയ മുന്നോട്ട് വെച്ച ആളാണ് ഈ J.A. ഷാംപീറ്റർ. അത് വായിക്കേണ്ടത് പീറ്റർ എന്നുള്ള ആ ലാസ്റ്റ് പീറ്റർ തന്നെയാണ്. അതിൻ്റെ തുടക്ക ഭാഗം SCHUM എന്നുള്ളത് ഷാം എന്ന് പറഞ്ഞാൽ മതി. ഷാംപീറ്റർ. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ഇദ്ദേഹം എന്താണ് പറയുക? ക്രിയേറ്റിവിറ്റി വേണം, ഇന്നൊവേഷൻ വേണം, പുതിയ ടെക്നോളജി വരണം. അപ്പോൾ നമുക്കറിയാം പഴയ കാലത്ത് നമ്മുടെ TV ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയിരുന്നു. പുതിയ ടെക്നോളജി വന്നപ്പോൾ അതെന്തായി? കളർ TV ആയി, സ്മാർട്ട് TV ആയി, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഓരോ സാധനവും ടെക്നോളജി കൊണ്ടുവന്നിട്ട് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുന്ന ആളാണ് J.A. ഷാംപീറ്റർ. ഓക്കെ, അദ്ദേഹത്തെ ഓർത്തോണം. പുതിയ ഇന്നൊവേഷൻ വേണമെന്ന് പറഞ്ഞ ഇക്കണോമിസ്റ്റ് ആരാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ പെട്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ട ഇക്കണോമിസ്റ്റിൻ്റെ പേരാണ് J.A. ഷാംപീറ്റർ. ഓക്കെ, ഇവരെല്ലാവരും ഫോറിനേഴ്സാണ്. നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരെയാണ് നിങ്ങളിപ്പം കാണുന്നത്. ആൽഫ്രഡ് മാർഷൽ, ആഡം സ്മിത്ത്, ലയണൽ റോബിൻസ്. ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് ഇക്കണോമിക്സ്. നെക്സ്റ്റ്, ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചാർട്ടാണ്, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ചാർട്ടാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ സ്മാർട്ട് ഫോണുകളെ, പുതിയ ഇൻഡസ്ട്രികളെ, പുതിയ ടേപ്പ് റെക്കോർഡറെ, വീഡിയോ പ്ലെയറെ, ഇങ്ങനെ ഫിലിം ക്യാമറ ഇൻഡസ്ട്രി, ഇതെല്ലാം ഇന്നൊവേഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആളാരാണ്? നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ ആളെ, അല്ലേ? J.A. ഷാംപീറ്റർ. ദെൻ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞ ആളാരാണ്? KM കെയ്ൻസ്. ട്രേഡ് ബിറ്റ്വീൻ 2 കൺട്രീസ് ക്യാൻ ബെനിഫിറ്റ് ബോത്ത് കൺട്രീസ്, വെൽഫെയർ ഉണ്ടാവും എന്ന് പറഞ്ഞ ആളാണ് ഡേവിഡ് റിക്കാർഡോ. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് കൊണ്ട് 2 രാജ്യങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടാവും. ബോത്ത് ദ countries benefited from the trade between 2 countries. This was the idea of David Ricardo. Then the basis of production is the labor of the workers. Laborers ആണ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ലേബറേഴ്സിനൂടി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ നമ്മുടെ ഇക്കണോമിസ്റ്റ് ആരാണ്? അദ്ദേഹമാണ് കമ്മ്യൂണിസ്റ്റ് ഇന്നൊവേഷൻ കൊണ്ടുവന്ന, അല്ലെ കമ്മ്യൂണിസ്റ്റ് ഫൗണ്ടറായിട്ട് വരുന്ന കാൾ മാർക്സ്. സർപ്ലസ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചാർട്ടാണ്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ഈ രീതിയിൽ തന്നെ ഐഡിയ തന്നിട്ട് ആ ഇക്കണോമിസ്റ്റിൻ്റെ പേരെഴുതാനായിട്ട് ചോദിക്കാം. ഓക്കെ, ദെൻ ഇന്ത്യൻ ഇക്കണോമിസ്റ്റ്. അപ്പോൾ ഫോറിൻ ഇക്കണോമിസ്റ്റുകളെ എല്ലാവരെയും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യക്കാരായ ഇക്കണോമിസ്റ്റുകൾ ആരൊക്കെയാണ്? ഓക്കെ, ചാണക്യ നമുക്കറിയാം ഏറ്റവും പ്രിമിറ്റീവ്, ഏറ്റവും പഴയ ഇന്ത്യൻ ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്നത് ചാണക്യനാണ്. ഇദ്ദേഹം ഇക്കണോമിക്സ്, രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ പറ്റിയൊക്കെ ധാരാളം കാര്യങ്ങൾ പറയുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ചാണക്യൻ. ഓക്കെ, രണ്ടാമത്തെ ആളാണ് ഗാന്ധിജി. ദെൻ അമർത്യ സെൻ, നൊബേൽ പ്രൈസൊക്കെ ലഭിച്ച നമ്മുടെ ഒരു അഭിമാനമായ ഇന്ത്യൻ ഇക്കണോമിസ്റ്റാണ് അമർത്യ സെൻ. ദെൻ അഭിജിത്ത് വിനായക് ബാനർജി. ഇദ്ദേഹം ഇന്ത്യനാണ്, പക്ഷേ അദ്ദേഹം ഒരു ഇന്ത്യൻ അമേരിക്കൻ ഇക്കണോമിസ്റ്റ് എന്ന് പറയാം. ഒരു ഇന്ത്യൻ ഒറിജിൻ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കൂടി ഇന്ത്യൻ ഇക്കണോമിസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. അഭിജിത്ത് വിനായക് ബാനർജി. ദെൻ ദാദാഭായ് നവറോജി. ഡ്രെയിൻ തിയറി മുന്നോട്ട് വെച്ച നമ്മുടെ ഫ്രീഡം ഫൈറ്ററാണ് ദാദാഭായ് നവറോജി. അദ്ദേഹവും ഇന്ത്യക്കാരുടെ പണം ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ട് പോകുന്നു, ഡ്രെയിൻ തിയറി, അല്ലേ? അതൊക്കെ പറഞ്ഞ ദാദാഭായ് നവറോജിയെ നമ്മൾ ആരായിട്ട് കരുതുന്നു? ഇന്ത്യൻ ഇക്കണോമിസ്റ്റായിട്ട് കരുതുന്നു. അപ്പോൾ ഇന്ത്യക്കാരായ ഇക്കണോമിസ്റ്റിൽ ഏറ്റവും പഴയ ആളാണ് ചാണക്യ. ദെൻ അവർ ഫാദർ ഓഫ് നേഷൻ ഗാന്ധിജി. ദെൻ അമർത്യ സെൻ, ദ നോബൽ പ്രൈസ് വിന്നർ. ദെൻ അഭിജിത്ത് വിനായക് ബാനർജി, അനദർ നോബൽ പ്രൈസ് വിന്നർ. ദെൻ ദാദാഭായ് നവറോജി. ഡ്രെയിൻ തിയറി. ഓക്കെ,
അടുത്തത് ഗാന്ധിജി. നമുക്ക് ഗാന്ധിജിയുടെ പിക്ചർ ടീച്ചർ തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗാന്ധിജിയെ. എങ്കിലും അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ടീച്ചറെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇനി ഗാന്ധിജിയുടെ എക്കണോമിക് തോട്ട്സ് എന്തൊക്കെയാണ്? ഗാന്ധിജി, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് കേട്ടോ. ഗാന്ധിജിയുടെ ഇക്കണോമിക് തോട്ട്സ്. വാട്ട് ആർ ദ ഇക്കണോമിക് തോട്ട്സ് ഓഫ് ഗാന്ധിജി? എക്സ്പ്ലെയിൻ. ഗാന്ധിജി envisioned an economy based on self-sufficiency and decentralization. ഈ രണ്ട് വാക്കുകൾ എഴുതിയാലും നമുക്ക് മാർക്കാം. ഗാന്ധിജി പറയുന്നത് സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്താണ് ഈ രണ്ട് വാക്കുകൾ? രണ്ട് കീ വാക്കുകളാണ്. ഗാന്ധിജിയുടെ എക്കണോമിക് തോട്ട്സ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് കീ വേർഡ്സാണ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്താണ് അതിൻ്റെ അർത്ഥം? എന്ത് കാര്യത്തിലും, വെൽത്തിൻ്റെ കാര്യത്തിൽ, പണത്തിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ, ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ, അതുപോലെ ബാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ എക്കണോമിക്സിലുള്ളത്, ഇതെല്ലാം ഒരു രാജ്യം സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. എന്താണ് സെൽഫ് സഫിഷ്യൻ്റ് എന്നുള്ള വാക്കിൻ്റെ മലയാളം? നമ്മൾ സ്വയം പര്യാപ്തരായിരിക്കണം. വേറൊരു രാജ്യത്തെയും നമ്മൾ ആശ്രയിക്കാൻ പോലെ. ഗോതമ്പ്, നമുക്ക് വേണ്ട ഗോതമ്പ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് വേണ്ട TV നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് വേണ്ട കാറ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കണം. ഇതായിരുന്നു ഗാന്ധിജിയുടെ വിഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഗാന്ധിജി പറയുന്നത് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഇക്കോണമിയിൽ എന്തു വേണം? സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തമായിരിക്കണം. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പോകരുത്. അതാണ് ഗാന്ധിജിയുടെ ഒന്നാമത്തെ ഐഡിയ. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്താണ്? ഡീസെൻട്രലൈസേഷൻ. വാട്ട്സ് ദ മീനിങ് ഓഫ് ഡീസെൻട്രലൈസേഷൻ? എല്ലാ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു സെൻറ്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ താഴെ തട്ടിലേക്ക് കൊടുക്കണം. ഓക്കെ, നമ്മുടെ ഗവൺമെൻറ്റിനെ ഒന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ വെൽത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ധനത്തിൻ്റെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മാത്രമാണോ? നോ. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും പഞ്ചായത്തുകളും ബ്ലോക്കുകളും നമ്മുടെ ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളും ഒക്കെ ചേർന്നാണ് നമ്മൾ എന്ത് കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ വെൽത്ത് കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ, സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ, അങ്ങനെയല്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പണം പഞ്ചായത്തുകൾക്കും ബ്ലോക്കുകൾക്കും ഡിസ്ട്രിക്ട് പഞ്ചായത്തിനും ഒക്കെ വിതരണം ചെയ്തുകൊണ്ട് ഗ്രാമത്തിലുള്ള ആൾക്ക് വരെ ആ പണം കിട്ടത്തക്ക രീതിയിൽ ഇതിനെ താഴേക്ക് കൊടുക്കുന്നതിനാണ് എന്ത് പറയുക? ഡീസെൻട്രലൈസേഷൻ. ഇത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നത് ഗാന്ധിജിയുടെ ഐഡിയയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഗാന്ധിജിയുടെ ബഹുമാനാർത്ഥമാണ് നമ്മൾ ഈ ഡീസെൻട്രലൈസേഷൻ നമ്മുടെ രാജ്യത്ത് നമ്മുടെ 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പണം കൈകാര്യം ചെയ്യേണ്ടത് ഗാന്ധിജി എന്താണ് പറയുക? നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പണം ഒരാളുടെ കയ്യിൽ കുന്നുകൂട്ടി വെക്കാൻ പാടില്ല, അത് മറ്റുള്ളവരുടെ കൈകളിലേക്ക് കൊടുക്കണം. ഡീസെൻട്രലൈസേഷൻ. രണ്ടാമത്തെ ഗാന്ധിജിയുടെ ഐഡിയ, റൂറൽ ഇൻഡസ്ട്രീസ് നീഡ് ടു ബി നേച്ചർ ടു ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലോക്കലി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക എന്നാണ് ഗാന്ധിജിയുടെ രണ്ടാമത്തെ ഐഡിയ. അതായത് ജോലി തേടി നമ്മുടെ ആൾക്കാരെ ഫോറിൻ രാജ്യങ്ങളിലേക്കോ മറ്റ് സ്റ്റേറ്റുകളിലേക്കോ മറ്റ് നാടുകളിലേക്കോ മൈഗ്രേറ്റ് ചെയ്തു പോകേണ്ടി വരരുത്. അവരുടെ ജോലി ഒരു പ്രദേശത്തുള്ള ആളുകൾക്കുള്ള ജോലി എവിടെ തന്നെ ഉണ്ടാകണം? ആ പ്രദേശത്ത് തന്നെ ഉണ്ടാകണം. അവർക്ക് രാത്രിയിൽ അവരുടെ വീട്ടിൽ പോയി കിടക്കാൻ പറ്റണം. ലോക്കലി നമ്മൾ എംപ്ലോയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെങ്കിൽ ലോക്കലി എന്ത് വേണം? റൂറൽ ഇൻഡസ്ട്രീസ് ഉണ്ടാകണം. ലോക്കലി ഫാക്ടറികൾ സ്ഥാപിക്കണം. ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് ഗാന്ധിജി. വി ഹാവ് ടു ഓപ്പൺ ലോക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് വി ഹാവ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ലോക്കലി. അല്ലേ? ലോക്കൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? നമ്മൾ ജനിക്കുന്നിടത്തെ, നമ്മൾ ജീവിക്കുന്നിടത്തെ വേറെ എങ്ങും ജോലിക്ക് വേണ്ടി പോകേണ്ടി വരില്ലേ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഐഡിയ ഓഫ് ഗാന്ധിജി. ദെൻ ദ തേർഡ് ഐഡിയ, എക്സ്പാൻഡ് ലോക്കൽ മാർക്കറ്റ് ഫോർ മാർക്കറ്റിംഗ് ലോക്കലി പ്രൊഡ്യൂസ് ഗുഡ്സ്. ഇത് നോക്കിക്കേ, ഗാന്ധിജിയുടെ എത്ര നല്ല ഐഡിയ ആണ്. ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, അത് വാഴക്കുലയാകാം, തേങ്ങയാകാം, അല്ലേ, എന്ത് സാധനമാണെങ്കിലും നമ്മുടെ ലോക്കലി ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് വിൽക്കാനുള്ള മാർക്കറ്റും എവിടെ തന്നെ വേണമെന്നാണ് ഗാന്ധിജി പറയുക? ലോക്കൽ മാർക്കറ്റ്. അല്ലേ? വി ഹാവ് ടു പ്രൊവൈഡ് ലോക്കൽ മാർക്കറ്റ് ഓർ വി ഹാവ് ടു സ്റ്റാർട്ട് ലോക്കൽ മാർക്കറ്റ്സ് ഫോർ മാർക്കറ്റിംഗ് ലോക്കലി പ്രൊഡ്യൂസ് ഗുഡ്സ്. നമ്മുടെ അഗ്രികൾച്ചറലിസ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ആ ലോക്കലി തന്നെ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഈ സാധനങ്ങളും കൊണ്ട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. ദാറ്റ്സ് ദ പ്രോബ്ലം.
ഗാന്ധിജി അതിനായിട്ടാണ് പറയുക ലോക്കൽ പ്രോഡക്ട്സിന് ലോക്കലി മാർക്കറ്റ് ഉണ്ടാക്കുക. ദെൻ ഇക്കണോമിക് ഇന്നീക്വാളിറ്റി ഷുഡ് ബി അലീവിയേറ്റഡ് ടു എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്. നമ്മുടെ രാജ്യത്തുള്ള ഇക്കണോമിക് ഇന്നീക്വാളിറ്റി അതെന്താണ്? ഇക്കണോമിക് വെൽത്തിൽ ആളുകൾ ഇന്നീക്വലാണ്, ഈക്വാളിറ്റി ഇല്ല. ഇന്നീക്വൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? നോ ഈക്വാളിറ്റി. നോ ഈക്വാളിറ്റി ഇൻ ഇക്കണോമിക് മാറ്റേഴ്സ് അല്ലേ? ഉള്ളവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലാത്തവർക്കൊന്നുമില്ല. വലിയ പണമുള്ളവരും ഒന്നുമില്ലാത്തവരും. ഈ ഒരു ഇന്നീക്വാളിറ്റി, ഈ ഒരു ഇക്വാളിറ്റി ഇല്ലായ്മ ഷുഡ് ബി അലീവിയേറ്റഡ് ടു എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്. അത് നിർത്തലാക്കണമെന്നാണ് ഗാന്ധിജി പറയുക. അതിന് ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഗവൺമെൻറ് ഈ പുവർ പീപ്പിളിനെ എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് അവരെയും ഉയർത്തി ഇക്കണോമിക്കലി സ്റ്റേബിളായിട്ടുള്ള ആളുകളുടെ ഒപ്പം എത്തിക്കണമെന്നാണ് ഗാന്ധിജിയുടെ അടുത്ത ഐഡിയ. അങ്ങനെ വളരെ മനോഹരമായ 4 ഐഡിയാസാണ് നമ്മുടെ ഗാന്ധിജി എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ്. ഇത് പഠിച്ചോണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇക്കണോമിക് ഇന്നീക്വാളിറ്റി ഷുഡ് ബി ഇറാഡിക്കേറ്റഡ് ത്രൂ ഗവൺമെൻറ് സപ്പോർട്ട് ആൻഡ് എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്. ദറ്റ് ഈസ് ദ ലാസ്റ്റ് ഇക്കണോമിക് ഐഡിയ ഓഫ് ഗാന്ധിജി. ഓക്കെ, ദെൻ നമുക്ക് നൊബേൽ പ്രൈസ് നേടിയ 2 ഇക്കണോമിസ്റ്റുകളെ, ഇന്ത്യക്കാരെ പരിചയപ്പെടാം. ഒന്നാമത്തെ ആളെ അമർത്യ കുമാർ സെൻ. അദ്ദേഹത്തിന് കിട്ടിയത് 1998. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ വെൽഫെയർ ഇക്കണോമിക്സ് ആണ്. അതായത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ വെൽഫെയർ എങ്ങനെ നമുക്ക് ഉയർത്താൻ പറ്റും, പ്രൊഡക്ഷൻ എങ്ങനെ കൂട്ടാൻ പറ്റും, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ മനോഹരമാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം സമർപ്പിച്ച കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ്, ഇക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടി. അപ്പോൾ അമർത്യ കുമാർ സെൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹമാണ് നമ്മുടെ 1998 ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഒരു നൊബേൽ പ്രൈസ് കൊണ്ടുവന്ന ആളാണ്, എക്കണോമിക്സിൽ കൊണ്ടുവന്ന ആളാണ് നമ്മുടെ അമർത്യ കുമാർ സെൻ. ഓക്കെ, ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ നമുക്ക് ചോദിക്കാം. ഗാന്ധിജി 2 പുസ്തകങ്ങൾ ഇക്കണോമിക്സിൽ എഴുതിയിട്ടുണ്ട്. ഹിന്ദ് സ്വരാജ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന 2ാമത്തെ പുസ്തകമാണ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഈ പുസ്തകങ്ങളിലാണ് ഗാന്ധിജി തൻ്റെ ഇക്കണോമിക് ഐഡിയാസ് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ഇക്കണോമിക് വിഷൻസ് കാണിക്കുന്ന 2 ബുക്സ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എഴുതേണ്ടത് ഹിന്ദ് സ്വരാജ് ആൻഡ് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. നൊബേൽ പ്രൈസ് ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഇന്ത്യൻ ഇക്കണോമിസ്റ്റ് ആരാണ്? അമർത്യ കുമാർ സെൻ. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച വർഷം 1998. എന്താണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ? വെൽഫെയർ ഇക്കണോമിക്സ്. വെൽഫെയർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്ഷേമം അല്ലേ? എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകുക. അമർത്യ കുമാർ സെൻസ് തോട്ട് ഓൺ വെൽഫെയർ ഇക്കണോമിക്സ്. ഇനി ഗാന്ധിജിയുടെ പോലെ തന്നെ അമർത്യ കുമാർ സെന്നിൻ്റെ എക്കണോമിക്സ് തോട്ട്സ്, അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത് വാട്ട്സ് ദ മീനിങ് ഓഫ് വെൽഫെയർ എക്കണോമിക്സ് അക്കോർഡിംഗ് ടു അമർത്യ കുമാർ സെൻ. എംഫസൈസ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ടു അച്ചീവ് ഇക്കണോമിക് പ്രോഗ്രസ്. എക്കണോമിക് പ്രോഗ്രസ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ 3 കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നാണ് അമർത്യ കുമാർ സെൻ വെൽഫെയർ ഇക്കണോമിക്സിൽ പറയുന്നത്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് എഡ്യൂക്കേഷൻ. നമുക്കറിയാം, എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ? വെൽഫെയർ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത് അദ്ദേഹം പറയുന്നു എഡ്യൂക്കേഷൻ, 2 ഹെൽത്ത് കെയർ, ഓക്കെ, 3 സോഷ്യൽ ജസ്റ്റിസ്. എന്താണ് ഈ സോഷ്യൽ ജസ്റ്റിസ്? ഈ ഇന്നീക്വാളിറ്റി മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് പാവങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക, ടു ഇറാഡിക്കേറ്റ് ഇന്നീക്വാളിറ്റി, ടു ഇറാഡിക്കേറ്റ് എന്താണ് ദിസ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അതൊക്കെയാണ് അമർത്യ കുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ വെൽഫെയർ ഇക്കണോമിക്സ്. ഒന്ന് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഹെൽത്ത് കെയർ കൊടുക്കുക, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക. ദെൻ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഐഡിയയാണ് ജെൻഡർ ഇക്വാളിറ്റി. അതായത് മെയിൽ ഫീമെയിൽ ഈ വ്യത്യാസമില്ലാതെ 2 കൂട്ടരെ ഒരുപോലെ കാണുക. ആൻഡ് വിമൻ എംപവർമെൻറ്റ്, സ്ത്രീകളെ എംപവർ ചെയ്യുക, അവരെ ശാക്തീകരിക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് രാജ്യത്തിന് പ്രോഗ്രസ് ഉണ്ടാകും. വളരെ നല്ല ഐഡിയാസാണ് ജെൻഡർ ഇക്വാളിറ്റി അല്ലേ? നമുക്കറിയാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ ജോലി ചെയ്യുമ്പോൾ വ്യത്യസ്ത വേതനമാണ് കൊടുക്കുന്നത്, വ്യത്യസ്ത സാലറിയാണ് കൊടുക്കുന്നത് പണ്ട്. എന്നാൽ ഇപ്പോൾ അത് ഈക്വലാക്കി. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരേ ജോലി ചെയ്താൽ ഒരേ സാലറി. ഇതൊക്കെ ആരുടെ ഐഡിയയാണ്? അമർത്യ കുമാർ സെന്നിൻ്റെ ഐഡിയയ. ജെൻഡർ ഇക്വാളിറ്റി, വിമൻ എംപവർമെൻറ്റ്. Then economic development should be evaluated on the basis of its influence on human rights and freedom.
ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം നോക്കി തീരുമാനിക്കരുത്. പകരം അത് അളക്കേണ്ടത് ഹ്യൂമൻ റൈറ്റ്സും ഫ്രീഡവും ആ രാജ്യത്തുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ആ രാജ്യത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടോ, ആ രാജ്യത്ത് ആളുകൾക്ക് ഫ്രീഡം കിട്ടുന്നുണ്ടോ, അതുകൂടി നോക്കിയിട്ട് വേണം എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ. ഇതാണ് അമർത്യ കുമാർ സെന്നിൻ്റെ മൂന്നാമത്തെ ഐഡിയ. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ? എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് കൊടുക്കുക, ജെൻഡർ ഇക്വാലിറ്റി, വിമൻ എംപവർമെൻറ്റ് കൊടുക്കുക. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഓൺ ദ ബേസിസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം. ഓക്കെ, അപ്പോൾ അമർത്യ സെന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിയ നമ്മുടെ നൊബേൽ പ്രൈസ് വിന്നറായ എക്കണോമിസ്റ്റ്. ഓക്കെ, ഈ ഒരു ഇന്ത്യൻ അമേരിക്കൻ ആണെങ്കിലും ഇന്ത്യൻ ഒറിജിനുള്ള അഭിജിത്ത് വിനായക് ബാനർജി, ഇദ്ദേഹമാണ് രണ്ടാമത് നൊബേൽ പ്രൈസ് നമുക്ക് കൊണ്ടു തന്നത്. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയ വർഷം നോക്കിക്കേ, 2019. അപ്പോൾ രണ്ട് ഇന്ത്യക്കാരാണ് നൊബേൽ പ്രൈസ് എക്കണോമിസ്റ്റുകളെ. ഒന്നാമത്തേത് അമർത്യ സെൻ, രണ്ടാമത്തെ ആളെ അഭിജിത്ത് വിനായക് ബാനർജി. ഇദ്ദേഹത്തിന് കിട്ടിയത് 2019, ഈ അടുത്ത കാലത്തല്ലേ. എത്ര വർഷമേ ആയിട്ടുള്ളൂ? 8 വർഷമേ ആയിട്ടുള്ളൂ ഇദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ട്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഇക്കണോമിസ്റ്റുകളും അവരുടെ തോട്ട്സ് കൂടി നമ്മളൊരു ട്രീ ആക്കി വെച്ചിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീ ആണ്. ഇതെങ്ങനെയായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്? ഈ ട്രീയുടെ ചിലത് മാത്രം നമുക്ക് അവർ ഫില്ല് ചെയ്ത് തരും. ഇവിടെ ഏതാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? ചാണക്യ അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലാം ബ്ലാങ്കായിട്ട് കിടക്കുക. നമ്മൾ അവിടെ ആപ്റ്റായിട്ടുള്ള വേർഡ് എഴുതുന്നതിന് നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ചാണക്യ എഫിഷ്യൻറ്റ് ടാക്സ് സിസ്റ്റം. ചാണക്യം പറയുന്ന ഒരു രാജ്യത്ത് ടാക്സ് സിസ്റ്റം എഫിഷ്യൻ്റ് ആയിരിക്കണം. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക്, ആ ട്രഷറിയിലേക്ക് കൂടുതൽ പണം വരും, ആ രാജ്യം ഡെവലപ്പ് ചെയ്യുമെന്നായിരുന്നു ചാണക്യൻ്റെ ഐഡിയ. അതൊരു പഴയ ഐഡിയയാണ്. ഓക്കെ, സോ എഫിഷ്യൻറ്റ് ടാക്സ് സിസ്റ്റമാണ് ചാണക്യ. ദാദാഭായ് നവറോജി നമ്മൾ എത്ര പ്രാവശ്യം പഠിച്ചതാണ്? ഡ്രെയിൻ തിയറി. ഓക്കെ, ഗാന്ധിജിയുടെ ഐഡിയയാണ് സെൽഫ് സഫിഷ്യൻസി ഡീസെൻട്രലൈസേഷൻ. ടീച്ചർ പറഞ്ഞായിരുന്നു സെൽഫ് സഫിഷ്യൻസി ഡീസെൻട്രലൈസേഷൻ, ഈ 2 കീ വേർഡുകൾ നമുക്ക് തന്നതാരാണ്? ഗാന്ധിജി. ദെൻ അമർത്യ സെന്നിൻ്റെ ഐഡിയയാണ് വെൽഫെയർ ഇക്കണോമിക്സ്. അഭിജിത്ത് ബാനർജിയാണ് പോവർട്ടി ഇറാഡിക്കേഷൻ. അതിനെപ്പറ്റി ആ തീമിൽ അദ്ദേഹം റിസർച്ച് ചെയ്ത് നല്ല കണ്ടെത്തലുകൾ നടത്തി. അതിനാണല്ലോ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. അഭിജിത്ത് വിനായക് ബാനർജിയാണ് പോവർട്ടി ഇറാഡിക്കേഷൻ. അപ്പോൾ ഈ ട്രീ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിസ്റ്റുകളും അവരുടെ ഐഡിയാസുമാണ് നമ്മൾ ഈ ട്രീയിൽ കാണുന്നത്. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മുടെ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് അല്ലേ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ്? ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദി ഇക്കോണമി. അപ്പോൾ ഇക്കോണമികൾ 3 ഉണ്ടെന്നും ആ 3 ഇക്കോണമിയുടെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മളോട് പറയുന്നത് എന്താണെന്നോ? ലാസ്റ്റ് പേജിലേക്ക് വരുമ്പം പേജ് നമ്പർ 72, by identifying the basic economic problems faced by the countries of the world, the need for efficient utilization of resources is realized. അപ്പോൾ നമ്മളോട് ലാസ്റ്റ് ഇവർ പറയുന്നത്, ഈ നമ്മുടെ രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ, ഇക്കണോമിക്കലി നമ്മൾ സഫിഷ്യൻ്റ് ആകണമെങ്കിൽ, ഇക്കണോമിക്കലി നമ്മൾ പ്രോഗ്രസ്സിലേക്ക് വരണമെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സസ് ഏതാ? അഗ്രികൾച്ചർ റിസോഴ്സസ്, മിനറൽ റിസോഴ്സസ് അല്ലേ, റിസോഴ്സസിനെ നമ്മൾ അതുപോലെ ഹ്യൂമൻ റിസോഴ്സ്, നമ്മളെപ്പോലുള്ള ഹ്യൂമൻ റിസോഴ്സ്, ഈ റിസോഴ്സസിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? വി ഹാവ് ടു യൂട്ടിലൈസ് എഫിഷ്യൻ്റ്ലി. വളരെ എഫിഷ്യൻ്റായിട്ട് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്ത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ഇതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് രാജ്യം ഡെവലപ്മെൻറ്റ് പ്രാപിക്കണം അല്ലേ. അപ്പോൾ അതിന് നമ്മുടെ രാജ്യത്തിന് സാധിക്കണം. നിങ്ങളൊക്കെ വളർന്ന് വലിയ കുട്ടികളാവുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക. ഓക്കെ സ്റ്റുഡൻസ്, നമ്മുടെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. താങ്ക് യു. നിങ്ങൾ 4 വീഡിയോകളും വീണ്ടും വ്യൂ ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഇത് നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിന് ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു ചിൽഡ്രൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.